ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താ പേപ്പറൊക്കെ ആയിട്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഇത് വേറെ ഒന്നല്ല, നമ്മുടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കുറേ നാളായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ആണ്. ഇതാ ഇന്നാ സമയം കിട്ടിയത് കേട്ടോ, വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വോയിസൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ ഇതാ പിങ്ക് കളറ് A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതാ ഇതേപോലെ നമ്മളൊന്ന് ഒരു വീതിയിലൊന്ന് മടക്കി കൊടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മടക്കിയിട്ട് കുറച്ചൊന്ന് തുമ്പ് ഭാഗം വെക്കണം കേട്ടോ, കാരണം മറ്റേ ഭാഗത്തേക്ക് ഒട്ടിക്കേണ്ടതുകൊണ്ട്. അതാ ഇതുപോലെ ഫെവിക്കോൾ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ അടിയിലുള്ള ഭാഗം ആയിട്ട് ഒട്ടിച്ചേരാണ്ട് നോക്കണേ. ഇതാ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ആയിട്ടുണ്ട് കേട്ടോ. അത് ഒട്ടിച്ചപ്പോൾ തന്നെ ആയ കാരണം ഇതിങ്ങനെ വിട്ടുപോരും. അത് കുറേ നേരം കൂടി ഇരിക്കുകയാണെങ്കിൽ മറ്റു പേപ്പറായിട്ട് കീറിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ. തുടക്കത്തിൽ തന്നെ നോക്കിയതുകൊണ്ടാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇതാ ഞാനിവിടെ 20 പേപ്പർ 5 പാർട്ടായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ ഒരെണ്ണത്തുമ്മലായിട്ട് നമ്മൾ ഡിസൈൻ കൊടുക്കുകയാണേ. ഇഷ്ടമുള്ള രീതിയിലൊക്കെ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് എൻ്റേതായിട്ടുള്ള രീതിയിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ള ഡിസൈൻ കേട്ടോ. അതായത് തുമ്പ് ഭാഗം ഇതേപോലെ ഒരു ഫ്രില്ല് പോലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ എല്ലാം കഴിയുമ്പോൾ ഇത്തിരി അടിപൊളിയായിരിക്കും കേട്ടോ, നമ്മളുടെ സ്നോ ഫ്ലേക്സൊക്കെ പോലെ. എന്നിട്ട് അതിന് ശേഷം ഒരെണ്ണത്തുമ്മൽ ആദ്യം വരച്ചതിന് ശേഷം ബാക്കിയുള്ള 3 സെറ്റുമ്മലിക്കായിട്ട് നമുക്ക് വരച്ച് കൊടുക്കാം കേട്ടോ. ഓരോന്നുമ്മലിക്കായിട്ട് വരച്ച് കൊടുക്കാമേ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ 5 എണ്ണം വീതം ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ പശ തേച്ച് ഒട്ടിക്കാൻ നോക്കുന്നത്. ഇതേപോലെ T ഷേപ്പിൽ ഓരോന്നോരോന്ന് ഗ്ലൂ തേച്ച് വെച്ച് കൊടുത്തിട്ട് ഏറ്റവും മുകളിലത്തെ ലെയർ നമ്മൾ ഡിസൈൻ വരച്ച് കൊടുത്തിട്ടില്ലേ, അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഒട്ടിക്കാം. അങ്ങനെ 4 സെറ്റും നമ്മളിവിടെ തയ്യാറാക്കാം കേട്ടോ. 4 സെറ്റും തയ്യാറാക്കിയതിന് ശേഷം ഇതേപോലെ ഡിസൈൻ ഒന്നുണങ്ങിയതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 4 സെറ്റും ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കേ ഒന്നിച്ച് കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും പിന്നെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യാനുള്ള ലാഗ് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് 5 എണ്ണം വീതം ഒട്ടിച്ചിട്ട് ഒരു സെറ്റാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ കാരണം. എന്നിട്ട് അതിന് ശേഷം ഈ 4 സെറ്റും ഒന്നിച്ചൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു ത്രെഡ്, ഇഷ്ടമുള്ളൊരു ചരടോ മറ്റോ എന്തെങ്കിലും ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിവർത്തണേറ്റ് മുന്നേ നമ്മളിതുപോലെ ചെയ്യുകയാണെങ്കിൽ കീറിപ്പോവാതെ തന്നെ നമുക്കിതൊക്കെ ഒന്ന് അടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം സെൻറ്റർ പാർട്ട് ഒന്നിച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ കളർ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാൻ കാരണം എന്നറിയോ? ഒരാളുടെ ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. ഏത് കളർ വേണമെന്ന് ചോദിച്ചപ്പോഴേ പിങ്ക് സാറ് മതിയച്ചോ എന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മുടെ പിങ്ക് സാറിനും പിങ്ക് സാറിൻ്റെ ഓണറിനെയും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.